സർ, നീറ്റ് പേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ കൊണ്ടുവന്ന ഭേദഗതി ബിൽ, അതായത് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ അമെൻമെന്റ് ബിൽ 2026, ഇന്നലെ അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല, ഈ പരീക്ഷാ മാഫിയകളെ ഇല്ലാതാക്കാൻ ഈ ബിൽ പര്യാപ്തമാണോ? നമ്മൾ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെന്റ് ബില്ല് 2026 ആണ് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചതും ഇന്ന് ചർച്ച നടക്കുന്നതും. അത് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം തന്നെ അത് പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ശക്തമായൊരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവണതയുള്ളവരെ ഡിറ്ററൻസ് എന്നുള്ള തലത്തിലാണല്ലോ നിയമം കൊണ്ടുവരിക. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് 145 കോടി ജനങ്ങളെയും ബാധിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ പീനൽ നിയമങ്ങളല്ല. പക്ഷെ ഈ നിയമത്തിന് ഒരു പരിധിവരെ വിജയസാധ്യത കൂടുതലാണ്. കാരണം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ആൾക്കാർ, അതായത് കൾപ്രിറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ. ഒന്ന്, ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ്, ഇതിനെ വ്യവസായമായി നടത്തുന്ന അവരുടെ ഏജന്റുമാർ, പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടത്തി അല്ലെങ്കിൽ അതിൽ വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത എക്സാമിനർമാർ, പരീക്ഷ നടത്തിയ സെൻറ്റേഴ്സിലെ സ്റ്റാഫ്, സാധാരണ ഇതിൽ നമ്മളെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രിൻസിപ്പൾ മുതലുള്ള ആൾക്കാരായിരിക്കും, ഇൻവിലേഷൻ എന്ന ആൾക്കാർ. അതുപോലെ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരീക്ഷകൾ നടത്തിപ്പിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഇത്രയും പേരാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്തരം ഒരു കർശന നിയമം കൊണ്ടുവരുന്നതിന് കൂടുതൽ വിജയ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ ഒരു പീനൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ പ്രിന്റ് ചെയ്യുന്ന പ്രസ് അതൊക്കെ അവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൂടെ? അല്ലെ, നമ്മൾ നേരത്തെ ഉള്ള സംവിധാനത്തിന് ഈ വർഷം വരെയുള്ള സംവിധാനം എന്ന് പറയുന്നത് പേപ്പർ പേന സംവിധാനമാണ്. അതായത് നമ്മുടെ പരമ്പരാഗത പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്നു, അത് സെന്റേഴ്സിൽ നിയർ ബൈ ബാങ്കിലോ അല്ലെങ്കിൽ ട്രഷറിയിലോ ആയിരിക്കും ഇത് കീപ്പ് ചെയ്യുക. അവിടെ നിന്ന് സെന്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പ്രിൻസിപ്പളിനെയും അല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ്റെ ചാർജ് അല്ലെങ്കിൽ ആ സെന്ററിന്റെ ചാർജുള്ള ആളും മറ്റ് സംവിധാനത്തിലൂടെ തുറക്കുന്നു. അങ്ങനെ ഈ സമയത്തൊക്കെയാണ് ഫോട്ടോ എടുത്തും മറ്റൊക്കെ ലീക്ക് ആകുന്നത്. പക്ഷേ പിന്നെ സ്ട്രോങ് റൂമിൽ നിന്ന് എടുക്കില്ലേ? സ്ട്രോങ് റൂമിൽ കൊണ്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക, അവിടെ നിന്ന് എടുക്കുന്നവർ ഫോട്ടോ എടുക്കാനുള്ള അല്ല, അവിടെ ഇത് വെക്കുന്നത് സീൽ ചെയ്ത് അവിടെ പൊട്ടിക്കാൻ കഴിയില്ല. കാരണം ഈ സെന്റേഴ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇനിയുള്ള പരീക്ഷ നടക്കുന്നത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഇപ്പം തന്നെ അതെ അതെ, നീറ്റ് പരീക്ഷ, PG പരീക്ഷയും, അതായത് മെഡിക്കൽ PG പരീക്ഷ ഉൾപ്പെടെ JEE അങ്ങനെ പല പരീക്ഷകളും ഇപ്പോൾ ആൾറെഡി NDA നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. പക്ഷേ നീറ്റ് UGയിൽ ഇത് കൊണ്ടുവരാൻ കഴിയാതെ വന്നത് 22.7 ലക്ഷമാണ് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയത്. അപ്പം പല പിന്നോക്ക മേഖലകളിലും ആവശ്യമായ സെൻറ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ അവരെ നിയർ ബൈ നഗരത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 2024 വെച്ച രാധാകൃഷ്ണൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളതും പൂർണ്ണമായും ഈ ഡിജിറ്റലായിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിലൂടെ പരീക്ഷ എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ഇതും വേണമെങ്കിൽ നമ്മുടെ G മെയിനും G അഡ്വാൻസ്ഡ് പോലെ 2 ഘട്ടമാക്കി. അങ്ങനെ നേരത്തെ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് AIPMD എന്നുള്ള ടെസ്റ്റായിരുന്നു 2015 വരെ നിലനിന്നിരുന്നത്. അപ്പോൾ 2013 സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തി നീറ്റ് നടത്തുന്നത്. പക്ഷെ അത് വിജയകരമായി നടത്തില്ല. വീണ്ടും 2 വർഷം കൂടെ AIPMD കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ AIPMD എന്ന് പറയുന്നത് പ്രിലിമിനറിയും ഫൈനലുമായിട്ടാണ് നടത്തുന്നത്. അങ്ങനെയാണ് നടത്തിക്കൊണ്ട്. പക്ഷേ അങ്ങനെ നടത്തിയാലും ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിലിമിനറി സമയത്തും ചോരാം, ഫൈനൽ സമയത്തും ചോരാം. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം വരുന്നത് ഈ വർഷം വന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സായിട്ട് ജോലി ചെയ്ത 2-3 അധ്യാപകർ അവരെ ഓർമ്മയിൽ നിന്ന്, കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് നടത്തി ഇലക്ട്രോണിക്സ് മീഡിയ അനുവദിക്കാത്തതുകൊണ്ട് അവർക്ക് ഫോട്ടോ ഒന്നും അവരെ കയ്യില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് ബയോളജി, കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റിലാണ് അവരവരുടെ ഓർമ്മയിൽ നിന്ന് ഒരു 70-80% ക്വസ്റ്റ്യൻസ് റീകളക്ട് ചെയ്തിട്ട് അതൊരു കോച്ചിങ് സെൻറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് അവിടെ നിന്നാണ് ഇത്തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ 2024 കണ്ടത് ഛത്തീസ്ഗഡിൽ, ജാർഖണ്ഡിൽ ഒരു സെന്ററിൽ ഓപ്പൺ ചെയ്ത സമയത്ത് ഫോട്ടോ, അതെ സ്കൂളിൻ്റെ അധികൃതർ അങ്ങനെ സംവിധാനമുണ്ട്. പക്ഷേ പുതിയ സംവിധാനം വരുമ്പോഴത്തേക്കും ഇത് നാഷണൽ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ റിലീസാകുക. അപ്പോൾ പിന്നെ സാധ്യത ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ NDAയുടെ ഭാഗത്തു നിന്നും വീഴ്ച വരാൻ സാധ്യതയുള്ളൂ. കുറച്ചുകൂടി ഇതിനുള്ള അവസരങ്ങൾ കുറയുകയാണ്. ഇപ്പം നമ്മൾ പരമ്പരാഗത രീതിയിലൊരു പരീക്ഷാ സംവിധാനത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു, അതിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നു, അതിൻ്റെ വിതരണം,
അതുപോലെ പരീക്ഷാ സെന്റേഴ്സിലെല്ലാം ഫിസിക്കലായിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇനി അങ്ങനെ വരില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ ഒറ്റ NDAക്ക് നാഷണൽ ലെവലിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിലീസ് ചെയ്യാം. അവിടെ സാധ്യത വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്തും അതിൽ പങ്കാളികളായവരും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മയിലൂടെ അത് എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും പുറത്തു കൊടുക്കുന്ന സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത 2024 നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഒരുപാട് വിവാദമായതാണ്. പക്ഷേ ഒരു 6-7 സെൻറ്ററിൽ മാത്രമേ ഈ പ്രശ്നമുണ്ടായുള്ളത് കൊണ്ട് ഈ എല്ലാ പരീക്ഷയും സുപ്രീം കോടതി റദ്ദാക്കിയില്ല. അത്രയും സെൻറ്ററിൽ പുനഃപരീക്ഷ നടത്തി. അപ്പം കാര്യമായ വലിയ പ്രശ്നം ഉണ്ടാകാതെ പോയി. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് അന്ന് വളരെ സീരിയസ് ആയിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയും ഡോക്ടർ രാധാകൃഷ്ണൻ ISRO ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ വയ്ക്കുകയും ചെയ്തു. ഞാൻ വ്യക്തിപരമായിട്ട് ആ കമ്മീഷൻ മുന്നിൽ സബ്മിഷൻ കൊടുത്ത ഒരാളാണ്. നമ്മുടേതായ നിർദ്ദേശങ്ങൾ എന്നുള്ള തരത്തിൽ ഞാൻ വ്യക്തിപരമായി കൊടുത്ത ഒരാളാണ്. അപ്പോൾ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് സമാന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. വളരെ ശക്തമായ നിയമമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതെ 5 വർഷം വരെ അതിനകത്ത് തടവ് പറയുന്നുള്ളൂ. അതെ, പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അത് സാധാരണ നിയമം പോലെയാണ്. അപ്പോൾ അതിൽ കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന ഒരാൾ നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ താമസം വരുന്ന നീതിയാണ് ലഭിക്കുക. ഒരു 25 വർഷം കഴിഞ്ഞ് ഇതിൽ വിധി വരാനായി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു നിയമത്തിൻ്റെ സീരിയസ്നെസ് ഇല്ലാതെ പോകും. മറ്റൊന്ന്, അതിൽ 1 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. അതുപോലെ 3 മുതൽ 5 വർഷം വരെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ വിഷയത്തിന് വന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിർമ്മിക്കുക, ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കുകയാണ്. അതുപോലെ 2 മാസം കൊണ്ട് തന്നെ ഇതിലെ 3 മാസം കൊണ്ട് വിചാരണകളെല്ലാം നടത്തി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് അപ്പീൽ പോകണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക്, അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മാത്രമേ അപ്പീൽ പോകാൻ കഴിയുള്ളൂ. അതിന് 2 മാസം കൊണ്ട് അപ്പീൽ വിധി വരണം. അങ്ങനെ സമയബന്ധിതമായി കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കാനും വിചാരണ നടത്താനും ശിക്ഷ കൊടുക്കാനും അവന് അപ്പീൽ പോയാലും അതിനും സമയബന്ധിതമായി ഒരു തീരുമാനമെടുക്കാനുമുള്ള ഒരു ആക്ടില് പ്രൊവിഷൻസ് ഉണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ വീണ്ടും ഇതുപോലെ മുഴുവൻ ക്യാൻസൽ ആയി പോകേണ്ട ഒരു സാധ്യത അല്ല. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നിരവധി മേജർ പരീക്ഷകൾ ചോദ്യം പേപ്പർ ചോർന്നിട്ടുണ്ട്. 2006 CBSEയുടെ 10th എക്സാം, അതിൽ 2008 AIPMD-യുടേത്, 2012 എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, JEE എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻസ് 2011 ഇതുപോലെ ഉണ്ടായി. അപ്പം നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറും പലതും ചോർന്നുവെങ്കിലും അത് വിവാദമാകാതെ തന്നെ NTA ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നേരത്തെ നെറ്റ് എക്സാം 8 ലക്ഷം പേര് എഴുതിയ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതും ഒക്കെ തന്നെ NTA ഐഡൻറ്റിഫൈ ചെയ്താണ്. ഈ 2026 നീറ്റ് പരീക്ഷയിലുണ്ടായ അപാകതകളും കണ്ടെത്തിയത് മറ്റ് ഏതെങ്കിലും ഒരു മാധ്യമങ്ങളോ വ്യക്തികളോ അല്ല. അത് NTA അകത്തു നിന്നും പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിലെ രാജസ്ഥാൻ ക്രൈം ബ്രാഞ്ചുമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് വലിയ വിവാദമാകാതെ ഗവൺമെൻറ് അത് ക്യാൻസൽ ചെയ്തത്. നമ്മൾ ക്യാൻസൽ ചെയ്ത് പുനഃപരീക്ഷ നടത്തുന്നത് ജൂൺ 21-നാണ്. ജൂൺ 21-ന് പുനഃപരീക്ഷ കഴിഞ്ഞ് നമ്മൾ ഈ വിവാദങ്ങളും സമരമൊക്കെ വരുന്നതിന് ശേഷമാണ് ജൂൺ 28-നാണ് സമരം തുടങ്ങുന്നത്, നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നത്. ജൂലൈയിലാണ്, ജൂലൈ 16 റിസൾട്ട് വന്നു. പക്ഷെ നമ്മുടെ സമരം നമ്മളൊക്കെ ശ്രദ്ധേയമാകുന്നത് ജൂലൈ 20-നാണ്. യഥാർത്ഥത്തിൽ ഈ വർഷത്തെ നീറ്റിലുണ്ടായ അപാകതകളെ പരിഹരിക്കുന്ന തരത്തിൽ റീടെസ്റ്റ് നടത്തി വിജയകരമായി ഗവൺമെൻറ് നടത്തി ആ പ്രശ്നം സോൾവ് ചെയ്തു. എന്നാലും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടായ ആശങ്കയുണ്ട്. സമാന്തരമായിട്ട് CBSE പരീക്ഷയിലുണ്ടായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ കോടിക്കണക്കിന് പാരൻസിനും വിദ്യാർത്ഥികൾക്കും പ്രശ്നമുണ്ടായ സാഹചര്യത്തിലാണ് പാറ്റകൾക്ക് മാർക്കറ്റ് ഉണ്ടായത് എന്നുള്ളത്. വിഷയം സോൾവ് ചെയ്തിരുന്നു. ഈ പാറ്റ സമരം വരുന്നതിന് മുമ്പ് തന്നെ വിഷയം സോൾവ് ചെയ്തിരുന്നു. അതായത് പക്ഷേ അല്ല, ആ സബ്ജക്ട് ജെന്യൂൻ ആയിരുന്നു. അതാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാ പേരും ഈ വിഷയത്തിൽ ഗവൺമെന്റിന് വീഴ്ച പറ്റി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് മന്ത്രാലയമല്ലേ നടപ്പാക്കുന്നത്. NTA എന്ന് പറയുന്നത് 2014 രൂപ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. സാമ്പത്തികമായിട്ടും അവർക്ക് സെൽഫ് ഫിനാൻസിങ് മോഡലാണത് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തികച്ചും സ്വയംഭരണമായ സ്ഥാപനം. പക്ഷേ മോറൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനുണ്ട്. അത് ഒന്നിലധികം വീഴ്ച ഉണ്ടായപ്പോഴാണ് അത് കൂടുതൽ ഇത് വന്നത്. പക്ഷേ എന്നിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷം ഇതൊരു പ്രധാന വിഷയമാക്കി എടുത്തില്ല.
അപ്പം ഈ പാറ്റാ പാർട്ടികൾ ഇതൊരു അവസരമാക്കി മാറ്റിയാണ് അവരും രംഗത്ത് വരുന്നത്. ഈ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്ത് പുനഃപരീക്ഷയും നടന്നതിന് ശേഷമാണ് സമരം അതിൻ്റെ ലെവലിലേക്ക് വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അഫക്റ്റ് ചെയ്ത് നമ്മളറിയാം, കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്ത 12 മുതൽ 20 വരെ എന്ന് പറയുന്നുണ്ട്. അത് എക്സാക്റ്റ് കണക്ക് വന്നിട്ടില്ല. അപ്പം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു കുട്ടിയാണെങ്കിൽ പോലും അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അപ്പം ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും പോസിറ്റീവായിട്ട് ഈ വിഷയത്തെ കാണുകയും ജനഹിതം മാനിച്ചിട്ടാണ് ഇവരുന്നയിച്ച വിഷയത്തെ സ്വീകരിച്ചതും ഒത്തുതീർപ്പാകുന്നതുമൊക്കെ. അത് പ്രതിപക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ അവിടെ പരാജയമുണ്ടായത്. കാരണം യഥാർത്ഥത്തിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടുന്ന പ്രതിപക്ഷമായിരുന്നു, ചർച്ച നടത്തേണ്ടത് പ്രതിപക്ഷമായിരുന്നു, ഒത്തുതീർപ്പാകേണ്ടതും പ്രതിപക്ഷമാകേണ്ടത്, ക്രെഡിറ്റ് മുഴുവനും കിട്ടേണ്ടിരുന്നത് പ്രതിപക്ഷത്തിന്. അതുണ്ടായില്ല. പക്ഷേ നമ്മൾ നിയമത്തെക്കുറിച്ച് വരുമ്പോൾ ഈ നിയമത്തിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ ഫാസ്റ്റ് ട്രാക്ക് മോഡലിൽ ഈ കേസുകളുണ്ടാവും. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 കോടി അതെ 10 കോടി വരെയാണ്. അപ്പം ഞാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ നമ്പർ ആളുകളാണ് ഇതിൽ ബന്ധപ്പെടുക. അപ്പം അതുകൊണ്ട് ഈ കഠിന നിയമത്തിന് അതിന് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ്നെസ് കൂടെ. സാധാരണ ഇതിൽ നമ്മളെല്ലാവരും ചോദിക്കണം, നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടായിട്ടും കൊലപാതകം നടക്കുന്നില്ലേ, വധശിക്ഷ വരെ നമ്മൾ കൊടുത്തിട്ടും ഇവിടെ ആവശ്യത്തിനുള്ള എല്ലാ ക്രൈമും നടക്കുന്നുണ്ട്. അപ്പം സാധാരണ ഒരു നിയമം എന്ന് പറയുന്ന ഒരു ഡിറ്ററൻസ് എന്നുള്ള തലത്തിൽ കുറച്ച് വിവരമുള്ള ആളുകൾ ഇന്ന് പിന്തിരിയും. അപ്പം ഈ പരീക്ഷാ നിയമത്തെ നമ്മൾ നിലവിലുള്ള ക്രിമിനൽ നിയമമായിട്ട് താരതമ്യം ചെയ്യേണ്ട. കാരണം ഇതിൽ ഉൾപ്പെടുന്ന സമൂഹം ഒരു ചെറിയ സമൂഹമായതുകൊണ്ടും ഇതിലിനി എക്സാമിനേഷനുമായി ബന്ധപ്പെടാനും പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സായിട്ട് വരുന്നവരെങ്കിലൊക്കെ വലിയ ഉത്കണ്ഠയുണ്ടാവും. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ 50-60 വയസ്സിലൊക്കെയാണ് ഒരാൾ പ്രൊഫസർ ഇതിലേക്ക് വരുന്നത്. അദ്ദേഹം ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ ഈ നിലവിലെ നിയമം ഒരർത്ഥത്തിൽ ഇത് നിലവിലുള്ള നീറ്റ് പരീക്ഷ മാത്രമല്ല, ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തുന്ന മറ്റെല്ലാ പൊതുപരീക്ഷകളും ഇതിൽ ഉൾപ്പെടും. കൂടുതൽ എക്സാമിനേഷൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. മറ്റേ ഇതിന് ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഇതിന് സമാന്തരമായി ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പം നമുക്കറിയില്ല, കേരള PSC ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും സമാന്തരമായ നിയമവും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഭാവിയിൽ വരും. അപ്പോൾ ഒരുപക്ഷേ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ നിയമം വരുന്നതോടെ ഇന്ത്യയിലെ ഈ പരീക്ഷാ ചോർച്ച, അത് പൊതുപരീക്ഷകളാണ്. പൊതുപരീക്ഷ എന്ന് പറയുമ്പോൾ ബാങ്കിങ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റും ബോർഡുണ്ട്, സിവിൽ സർവീസ് UPSC പരീക്ഷയുണ്ട്, അതിൽ PSCയും വരും. ഇതിൻ്റെ പെർവ്യൂവിൽ ഇപ്പോൾ അവർ കേന്ദ്ര പരീക്ഷകളാണ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ പബ്ലിക് എക്സാംസ് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും ഭാവിയിൽ. അതെ, അപ്പോൾ ഒരു പരിധിവരെ ഈ നിയമം പബ്ലിക് എക്സാമിനേഷൻ രംഗത്ത് കുറച്ചുകൂടെ ശുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള അഴിമതി കൂടാതെ രീതിയിൽ നടത്താൻ കഴിയും. കുറച്ചുകൂടെ ഈ പരീക്ഷ നടത്തുന്ന ആളുകൾ, അതായത് റെസ്പോൺസിബിലിറ്റി കൃത്യമായി ഫിക്സ് ചെയ്യുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഈ നിയമത്തിനുണ്ട്. അപ്പം ഏത് തലത്തിലാണ് ഏത് ലെവലിലാണ് കുറ്റകൃത്യം നടന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കുറ്റമറ്റ രീതിയിൽ പൊതുപരീക്ഷകൾ നടക്കും. ഒരർത്ഥത്തിൽ ഈ നീറ്റ് പരീക്ഷയും പാറ്റകളും അതിന് നിമിത്തമായി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന കാരണം ഭാവിയിൽ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരല്ല, അവരെ പാരൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ പലപ്പോഴും പറയുന്നത് യുവാക്കളുടെ വിഷയം. ഇത് യുവാക്കളുടെ വിഷയമല്ല. ഒരു വീട്ടിലെ 2 കുട്ടികളുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുഴുവൻ വിഷയമാണ് ആ കുട്ടികളുടെ വിഷയം. അതുകൊണ്ട് ഇത് യുവാക്കളുടെ വിഷയമല്ല, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ വിഷയമാണ്. അതിനെ ഓവർറൂൾ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഈ പുതിയ നിയമം വരും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, സാധാരണ നിയമവുമായിട്ട് നമ്മളിതിനെ താരതമ്യം ചെയ്യേണ്ട. ഇതൊരു പ്രത്യേക കാറ്റഗറി ആളുകളെ മാത്രം ലക്ഷ്യമാക്കേണ്ട സ്കോപ്പിൽ വരുന്നുള്ളൂ. പബ്ലിക് ഇതിനകത്ത് വരുന്നില്ല. ഇതിൽ അതിൽ ക്രമക്കേട് നടത്തുന്ന ചില ടീമുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള ചില ഏജൻറ്റുമാരും. അത് എൻട്രൻസ് പരീക്ഷാ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ പാരൻസിൻ്റെ താല്പര്യത്തെ കച്ചവട ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നതാണ്. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പബ്ലിക് ഇതുണ്ടല്ലോ, ഡിമാൻഡുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ അഡ്വാൻറ്റേജ്. അത് ഈ നിയമം വരുന്നതോടെ ഒരു അർത്ഥത്തിൽ ഇനി നാളെ ഇത് ആവർത്തിക്കാതിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പാർലമെൻറ്റ് എന്തായാലും ആ നിയമം അടുത്ത ദിവസം അത് പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അത് ചർച്ച നടന്നില്ലെങ്കിൽ ഇന്നിപ്പം പാർലമെൻറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ നിയമം ആ തരത്തിലൊരു പുതിയ വഴിത്തിരിവായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.